മലയാളികളുടെ ഉറക്കം കെടുത്തുന്ന കുറുവ സംഘത്തിന്റെ കഥകൾ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. കവർച്ച ലക്ഷ്യമിട്ടാണ് ഇവർ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും കേരളത്തിലേക്ക് എത്താറുള്ളത്. എന്നാൽ ഇക്കൂട്ടത്തിൽ കൊടും ക്രിമിനലുകളുണ്ട്. പെൺകുട്ടികളെയും സ്ത്രീകളെയും തക്കം കിട്ടിയാൽ അവർ ലൈംഗികമായി ചൂഷണം ചെയ്യും. കോഴിക്കോട് കൊയിലാണ്ടിയിൽ 13കാരിയെ പീഡിപ്പിച്ചത് കുറുവ സംഘത്തിൽപ്പെട്ടയാളാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിൽ കളവ്, വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് പിടിയിലായ ബാലാജി. ഇയാളുടെ അച്ഛൻ മുരുകേശൻ കുറുവ സംഘത്തിന്റെ മുൻ തലവനാണ്. കൊയിലാണ്ടിയിൽ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കടന്നുകളഞ്ഞയാളെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത് അതിസാഹസികമായി. തഞ്ചാവൂർ പട്ടിത്തോപ്പ് തിരുട്ട് ഗ്രാമത്തിനടുത്തുള്ള ബാലാജിയെയാണ് കൊയിലാണ്ടി പോലീസ് ഏറെ പണിപ്പെട്ട് പിടികൂടിയത്. കുറുവ മോഷണ സംഘങ്ങൾ താമസിക്കുന്ന അയ്യാപ്പേട്ട ലിംഗകടിമേടു കോളനിയിൽ നിന്നാണ് പ്രതിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. വലിയ ചെറുത്തുനിൽപ്പുണ്ടായെങ്കിലും അയ്യാമ്പേട്ട ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ കളവ്, വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് ബാലാജി. നിരവധി കളവു കേസുകളിൽ പ്രതിയായ കുറുവ സംഘത്തിലെ മുരുകേശന്റെ മകനാണ് ഇയാൾ. 2 മാസം മുൻപ് കൊയിലാണ്ടിയിൽ ബന്ധുവീട്ടിൽ താമസിക്കുന്നതിനിടെയാണ് പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇതിനുശേഷം പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. കോഴിക്കോട് റൂറൽ പോലീസ് ജില്ലാ മേധാവി KE ബൈജു, DYSP K സനിൽകുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ K സുമിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്.